ഇക്കഴിഞ്ഞ നോമ്പിന് ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ വന്നപ്പോൾ അവിടെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരുപാട് മലയാളി സ്റ്റുഡൻസുകളെ കണ്ടിരുന്നു. ഇവരൊക്കെ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? ഇതാണ് ടാഷ്കന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഒക്കെ പോലെ ഹോസ്പിറ്റലും യൂണിവേഴ്സിറ്റിയും ഒരുമിച്ചുള്ള ഒരു ക്യാമ്പസ്. ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ ടാഷ്കന്റിലെ ഇവിടുത്തെ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന 104 വർഷത്തെ പഴക്കമുള്ള ഒരു യൂണിവേഴ്സിറ്റി. സെൻട്രൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണിത്. അതിന്റെ കാരണം ടാഷ്കന്റ് എന്ന് പറഞ്ഞ ഈ ഒരു ചെറിയ സിറ്റിയിൽ 2.3 മില്യൺ ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അറിയാലോ, ഇവിടെ വരുന്ന പേഷ്യൻസിന്റെ എണ്ണവും കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട് എന്നാണ് ഇവിടെ പഠിക്കുന്ന സീനിയർ കുട്ടികൾ പറഞ്ഞത്. ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു വലിയ യൂണിവേഴ്സിറ്റി. ഈ കുട്ടികളെല്ലാം ഇവിടെ എത്തിയത് നാട്ടിൽ കാലിക്കറ്റിലുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു സ്റ്റഡി അബ്രോഡ് കമ്പനി വഴിയാണ്. അവർ ഈ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ എക്സിക്യൂട്ടീവ് കോൺട്രാക്ടേഴ്സ് കൂടി ആയതുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് തന്നെ ഇവർക്ക് ഒരു സ്റ്റുഡന്റ് സർവീസ് സെന്ററും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ ജോയിനിങ് മുതൽ കോഴ്സ് കഴിഞ്ഞ് ഇന്ത്യയിലെ എക്സാം വരെയുള്ള കാര്യങ്ങൾ ഇവർ നോക്കും. നാട്ടിൽ തിരിച്ചു വന്നാലുള്ള FMG അല്ലെങ്കിൽ ഇപ്പോഴത്തെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ എക്സാമിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഫാക്കൽറ്റിയെ വെച്ചുകൊണ്ട് ട്രെയിനിങ് ഇവർ ആദ്യ വർഷം മുതൽ ടാഷ്കന്റിൽ വെച്ച് തന്നെ കൊടുത്തു തുടങ്ങും. യൂണിവേഴ്സിറ്റിക്ക് അകത്ത് തന്നെ ഇവർക്ക് ഹോസ്റ്റലും കേരള മെസ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഫാമിലിയിലോ +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരുടെ പാരന്റ്സിനോ അവർക്കോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് പഠിക്കാൻ പോകണമെന്ന് വല്ലതും തോന്നുന്നുണ്ട്. പിന്നെ 4 കൊല്ലത്തേക്ക് പുരക്ക് വരുന്നത് അങ്ങനെ ഒരു കോൺട്രാക്ട് എനിക്ക് തരാണെന്നുണ്ടെങ്കിൽ എനിക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള പൈസ ഇടയ്ക്കിടയ്ക്ക് വേറെ കൺട്രിയിലൊക്കെ പൈസ ഒക്കെ നിങ്ങൾ ഇങ്ങനെ അയച്ചെന്നാൽ അതിന് അങ്ങനെ വരില്ല.